ഈ മാംഗല്യം 2024 ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന ഏറ്റവും ആരാധ്യനും പ്രിയ സുഹൃത്തുമായ നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗത്തിൽ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ആരാധനായ ലയൺസ് ഡിസ്ട്രിക്ട് 318B ഗവർണർ ആത്മാർത്ഥമായി യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് നമ്മുടെ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ MJF ഗുണ്ടാദല അവരാണ്. അടുത്ത ഈ നിർവഹിക്കുന്ന കേരളത്തിന്റെ ബഹുമാനായ ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ PMJF ലയൻ വിനയ് കോശി, പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് R മനോജ്, നമ്മുടെ റീജിയൻ ചെയർപേഴ്സൺ ലയൻ മജു പുളിക്കൻ, ഓഫീസർ ലയൻ CB പ്ലാത്തോട്ടം, ലയൺസ് ക്ലബിൻ്റെ സെക്രട്ടറി ശ്രീ ജോസ് തെങ്ങുംപള്ളി, വേദിയിലും സദസ്സിലുമുള്ള ലയൺ സുഹൃത്തുക്കളെ, പ്രിയ പാലായിൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 10 വർഷം. ലയൺസ് ക്ലബ് ഇൻ്റർനാഷണൽ നമ്മുടെ ലോകത്തെമ്പാടും പ്രവർത്തനം ആരംഭിച്ച് വലിയ തോതിൽ മുന്നേറുന്ന സേവന രംഗത്ത് ഒരു മുഖമുദ്രയാക്കി മാറ്റിയിട്ടുള്ള ഓർഗനൈസേഷൻ അമേരിക്കയിലെ ചിക്കാഗോയിൽ ആരംഭിച്ചത് ഏകദേശം 200 രാജ്യങ്ങളിലായി 47,000-ഓളം ക്ലബ്ബുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരു ക്ലബ്ബായി പാലയിലെ ലയൺസ് ക്ലബ്ബ് ടൗൺ റോയൽ മാറുന്നു. പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലും സേവനത്തിൻ്റെ കാര്യത്തിലും സാധാരണ ആൾക്കാരിൽ നൽകേണ്ട അവയർനെസ് കൊടുക്കുന്ന കാര്യത്തിലുമെല്ലാം ഏറെ ശ്രദ്ധിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താൻ കുടുംബത്തിന് തന്നെയായിരുന്നു ഇക്കാര്യങ്ങളിൽ താല്പര്യമെടുത്ത് നടപ്പിലാക്കുന്ന ഈ പ്രോജക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ലയൺസിൻ്റെ പാലായുടെ പ്രസിഡന്റ് ശ്രീ ബിനിയെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെല്ലാം പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഞാൻ ഈ വേദി നിൽക്കുമ്പോൾ ഒരു മന്ത്രി എന്ന നിലയിലോ MLA എന്ന നിലയിലോ ഉള്ള ബന്ധമല്ല. എത്രയോ വലിയ ആത്മബന്ധം. ഇപ്പോൾ സന്തോഷ് ഒറ്റ KP മാത്യു, ഈ അബ്ദുള്ള ഖാനെ കാണുന്നത് എന്ത് സന്തോഷമുണ്ട്. ഷിബു ഇരിക്കുന്നു, ഷാബു, എല്ലാവരും വ്യവസായം ഉൾപ്പെടെ ഇങ്ങനെ പേരെടുത്ത് പറയാൻ എത്രയോ ആൾക്കാരും എല്ലാവരും എനിക്ക് നേരിട്ട് അറിയാവുന്നൊരു ബന്ധം. മനോജും പിന്നെയെല്ലാം ഞങ്ങൾ ഇതിന് ചെറിയ ഘട്ടത്തിൽ പഠിച്ചത്. അതായിരുന്നു അതിനൊരു സൗലഭ്യം. വീണ്ടും ഇവിടെ വരാൻ ഇത്തരത്തിലുള്ളൊരു സ്ഥാനം അലങ്കരിക്കാൻ അവസരം കിട്ടുമ്പോൾ ഇതിൻ്റെ ഭാഗമായി മാറാനൊക്കെ കിട്ടുന്ന പഴയകാല അനുഭവങ്ങളും ഓർമ്മകളുമെല്ലാം അത്തരത്തിൽ കടന്നു പോകും. പാലായുമായിട്ടുള്ള ആ കാലഘട്ടത്തിലെ സൗഹൃദമുള്ള കൂട്ടുകാർ, ബന്ധങ്ങൾ, അന്നുണ്ടായിരുന്ന നേതാക്കന്മാർ, അവരെല്ലാം കണ്ടും കേട്ടും വളർന്നു വന്നതുകൊണ്ട് തന്നെ ഈ വേദിയും സദസ്സുമെല്ലാം കാണുമ്പോൾ അതിൻ്റെ ഓർമ്മകളാണ് എന്നെയും മതിക്കുന്നത്. ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റ് പ്രിയപ്പെട്ട ശ്രീ ബിനോയോടൊപ്പം ഞാനിത് 3ാമത്തെ മീറ്റിംഗാണ്. തിരുവല്ല കടപ്പുറയിലൊരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്, ഭരണങ്ങാനത്തെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇന്ന് പാലായിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. ഇവിടെ 2 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം സ്ഥാനം ഒഴിയുന്നു, പുതിയ ആളായി ശ്രീ R വെങ്കടാചലം അടുത്ത ദിവസം ചുമതല ഏറ്റെടുക്കുന്നു. അവരുടെ സാന്നിധ്യവും ഒരുമിച്ചുണ്ടായി എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. ഈ നല്ല പ്രവർത്തനം കാര്യക്ഷമമായി നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരും ഒരിക്കൽ കൂടി അങ്ങേയറ്റം
ഏറെ സ്നേഹത്തോടു കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഏറെ അഭിമാനത്തോടു കൂടി മംഗല്യം 2024 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പടർന്നു വന്നിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. ഏകദേശം 13 ലക്ഷത്തോളം അംഗങ്ങളുള്ള 40,000-ൽ പരം ക്ലബ്ബുകളുള്ള ഒരു ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ കോട്ടയം ഡിസ്ട്രിക്ട് അഥവാ 318B എന്ന് പറയുന്ന കോട്ടയം, പത്തനംതിട്ടയും ആലപ്പുഴയും വ്യാപിച്ചു കിടക്കുന്ന ഡിസ്ട്രിക്റ്റിലെ ഒരു ക്ലബ്ബായ പാലാ ടൗൺ റോയലിൻ്റെ ഒരു പ്രവർത്തനമാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത്. ഇതേപോലെ 100ഓളം ക്ലബ്ബുകൾ ഉള്ളതിൽ എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും, വ്യത്യസ്തങ്ങളായ പ്രോഗ്രാം കൊണ്ട് അല്ലെങ്കിൽ സേവന പ്രവർത്തനം കൊണ്ട് എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് പാലാ ടൗൺ റോയൽ എന്ന് പറയുന്ന സന്തോഷമുണ്ട്. ഇന്നിവിടെ നടത്തുന്ന ഈ മാംഗല്യം എന്ന് പറയുന്ന ഈ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ്, ഈ വർഷം ഞാൻ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് കളറിംഗ് ലൈഫ്സ് എന്ന് പറഞ്ഞ 7 ഡിഫറെൻറ്റ് പ്രോജക്റ്റുകളായിരുന്നു. അതിൽ കൂടെ മറ്റ് അനവധിയായ പ്രോജക്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ഒരു ക്ലബ്ബ് പോലും ഇങ്ങനെ ഒരു മംഗല്യം പ്രോജക്റ്റ് ചെയ്തില്ല. തീർച്ചയായിട്ടും ഈ സ്ഥാനമൊഴിഞ്ഞ സമയത്ത് അതുകൂടെ ചെയ്യാനുള്ള അവസരം ഒരുക്കി തന്ന പാലാ ടൗൺ റോയലിനെ ഞാൻ അഭിനന്ദിക്കട്ടെ.